ഓ വൈഷ്ണവ് എന്ന പയ്യൻ കിടിലനൊരു നടനാണ്. ഓ ഇത് എന്ത് ഒരു പരിധി വരെ നീ എന്താടേ ഈ കൂട്ടുകാരനാണെന്നും പറഞ്ഞ പരിവാർ പഞ്ചപാണ്ഡവന്മാർ റെഫറൻസ് ഉള്ള ഇതൊക്കെ എന്തിനടേ പറയണേ നീ? തമ്പുരാനേ അത് മതിയാ, ട്രോൾ മെറ്റീരിയൽ ആക്കാതിരുന്നാ മതി. യെസ് ഗൈസ്, ഐ എം ബാക്ക്. 5 മണിക്ക് വരുമെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ ഫെബ്രുവരി മാസത്തെ അനാലിസിസിന് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടും മാർച്ച് മാസത്തെ അനാലിസിസ് വീഡിയോയുമായി. എന്റെ അമ്മോ, അങ്ങനെ മുതലേ ഒന്ന് കാണാനും പറ്റി. തെറി വിളിക്കാൻ വരട്ടെ പ്ലീസ്, ഒരു മിനിറ്റ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. എനിക്കൊരു 30 സെക്കൻഡ് താ. ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ഇനി ഈ അനാലിസിസ് വീഡിയോ പരിപാടി വേണ്ട, നിർത്താമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും താഴെ അനാലിസിസ് എവിടെ എന്ന് പറഞ്ഞിട്ടുള്ള കമന്റിന്റെ പൂരമാണ്. എന്നാ പിന്നെ ഇനി ലേറ്റ് ആയാലും കുഴപ്പമില്ല, നിർത്തണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ തുടങ്ങാം. തനിക്ക് നേരത്തെ പറഞ്ഞ് തൊലച്ചൂടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞ ഈ മാർച്ച് മാസത്തെ റിലീസുകളെ പറ്റി ഞാൻ എന്ത് പറയാനെന്നാണ് ഇപ്പൊ ആലോചിക്കുന്നത്. ആകെ വിരലിൽ എണ്ണാവുന്ന സിനിമകൾ മാത്രം റിലീസായ ഒരു മാസമായിരുന്നു മാർച്ച്. അതിൽ തന്നെ ഒരൊറ്റ മെയിൻ പടം ഹിറ്റായി എന്നത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം പലതും ആരും കേൾക്കാത്ത സിനിമകളാണെങ്കിൽ കൂടിയും നാലാൾ കേട്ടിട്ടുള്ള 3-4 സിനിമകളും അതിന്റെ ബോക്സ് ഓഫീസ് വിജയ പരാജയങ്ങൾ എന്തുകൊണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ കൂടുതൽ സമയങ്ങളെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഫിൽമി ടോക്സ്. ഔസേപ്പിന്റെ ഔസ്യത്ത്. വിജയരാഘവൻ എന്ന നടനും പുള്ളിയുടെ അഭിനയത്തിന്റെ റേഞ്ചും എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഏത് റോൾ അങ്ങേർക്ക് കൊടുത്താലും അങ്ങനെ അത് നല്ല വെടിപ്പായിട്ട് ചെയ്യും. ഇതിനു മുമ്പ് ഇറങ്ങിയ കിഷ്കിന്ധാകാന്ഡം ഉൾപ്പെടെ തന്റെ കരിയറിന്റെ പീക്ക് ലെവലിൽ നിൽക്കുമ്പോൾ ശരത് ചന്ദ്രന്റെ സംവിധാനത്തിൽ പുള്ളി ലീഡായി ചെയ്ത പടമാണ് ഔസേപ്പിന്റെ ഒസ്യത്ത്. വിജയരാഘവനെ കൂടാതെ ഹേമന്ത്, കലാഭവൻ ഷാജോൺ, ദിലീഷ് പോത്തൻ, കനി കുസൃതി, സെറിൻ ഷിഹാബ്, അങ്ങനെ നീളുന്നു ഈ പടത്തിലെ സ്റ്റാർ കാസ്റ്റ്. പിന്നെ ദിലീഷ് പോത്തൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, പടത്തിന്റെ കഥ നടക്കുന്നത് ഇടുക്കിയിലാണ്. ഒരു ഫാമിലി ഡ്രാമ എന്ന രീതിയിൽ തുടങ്ങുന്ന സിനിമ പിന്നീട് പോകുന്നത് ഒരു ചെറിയ ത്രില്ലർ മൂഡിലേക്കാണ്. ഫസൽ ഹസനാണ് പടത്തിന്റെ റൈറ്റർ. സംഭവം കിടുവായിരുന്നു കേട്ടോ. എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു. കുറച്ചൊക്കെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പരിപാടി ആയിരുന്നെങ്കിലും നല്ല നീറ്റായിട്ട് തന്നെ അതിനെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ മേക്കേഴ്സ്. സൗണ്ട് ഡിസൈൻ ആണ് പടത്തിൽ എടുത്തു പറയേണ്ട മറ്റൊന്ന്. അങ്ങനെ വലിയ ഒച്ചപ്പാടൊന്നും ഇല്ലാത്ത BGMകൾ ഉള്ളത് കൊണ്ട് തന്നെ സിനിമയുടെ ആ സോൾ ഒട്ടും പോവാതെ കിടുവായി തന്നെ ഉടനീളം നമുക്ക് കിട്ടി. പക്ഷേ ഇത്രയൊക്കെ പോസിറ്റീവ് പറയാനുണ്ടായിട്ടും പടം തിയേറ്ററിൽ ഒരു വൻ വിജയം പോയിട്ട് ചെറിയ രീതിക്ക് പോലും വിജയമായില്ല എന്ന് വേണം പറയാൻ. അത്യാവശ്യം ഡീസന്റ് റിപ്പോർട്ട്സ് കിട്ടിയിട്ട് പോലും പടത്തിന് തിയേറ്ററിൽ ആളെ കയറ്റാൻ പറ്റിയില്ല. അതിന് മെയിൻ കാരണം പടത്തിന് പ്രൊമോഷൻ ഇല്ലാതെ പോയത് തന്നെയാണ്. ഈ പടം റിലീസ് ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത് ഈ പടത്തിന്റെ റിലീസിന് ശേഷമാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് തെറ്റായി പോകും. കാരണം ഇതിന്റെ റൈറ്റർ ഫസൽ ഹസൻ എനിക്ക് പേഴ്സണലി അറിയാം. പുള്ളിയുടെ സ്റ്റാറ്റസിലും ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലും ഒക്കെ എനിക്ക് ഈ സിനിമയെ പറ്റിയിട്ടുള്ള ന്യൂസ് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അറിഞ്ഞു. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന പ്രേക്ഷകരും ഇങ്ങനൊരു പടം വരുന്നുണ്ട് എന്ന് അറിഞ്ഞിരുന്നില്ല. തീരെ പ്രൊമോഷൻ ഇല്ലാത്തതും വലിയൊരു സ്റ്റാർ കാസ്റ്റും ഗംഭീര റിവ്യൂസും ഒന്നും വരാത്തത് കൊണ്ടാവണം പടം ഒരു വിജയമാവാതെ പോയത്. ശരിക്കും പറഞ്ഞാൽ മിനിമം ഒരു സൂപ്പർ ഹിറ്റ് ഡിസർവ് ചെയ്തൊരു സിനിമയായിരുന്നു ഔസേപ്പിന്റെ ഔസ്യത്ത്. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. എനിക്ക് നമ്മുടെ ആർക്കറിയാം എന്ന് പറഞ്ഞൊരു പടമുണ്ട് ബിജു മേനോന്റെ. ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എനിക്ക് ആർക്കറിയാം ആ ഒരു വൈബൊക്കെയാണ് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. പരിവാർ. നമ്മൾ ആദ്യമായിട്ട് കുറച്ച് പുതുമുഖങ്ങളുടെ ഒരു സിനിമ കാണുകയാണ്. ആ സിനിമയിൽ അവർ അത്യാവശ്യം നീറ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാം ഇവർ കൊള്ളാമല്ലോ, ഒരു നല്ലൊരു അവസരം കിട്ടിയ കയറി വരുന്ന പിള്ളേരാണെന്ന്. അങ്ങനെ പേഴ്സണലി തോന്നിയ ഒരു ടീമാണ് ഡിജിറ്റൽ വില്ലേജ് എന്ന സിനിമ എടുത്ത ഉത്സവ് രാജീവ്, ഫഹദ് നന്ദു. ഞാനന്ന് ആമസോൺ പ്രൈമിൽ പടം കണ്ടപ്പോൾ തന്നെ നോട്ട് ചെയ്ത കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്. അവരും ഇപ്പോ ഈ പരിവാർ സിനിമയിലുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് ഈ ഉത്സവ് രാജീവ്, ഫഹദ് നന്ദു ടീം ഡിജിറ്റൽ വില്ലേജ് എന്ന സിനിമയ്ക്ക് ശേഷം സംവിധാനം ചെയ്ത സിനിമയാണ് പരിവാർ. ജഗദീഷ്, ഇന്ദ്രൻസ്, പ്രശാന്ത് അലക്സാണ്ടർ, അങ്ങനെ നല്ലൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ള സിനിമ കൂടിയായിരുന്നു പരിവാർ. ഒരു പക്ക ഫാമിലി ഹ്യൂമർ സബ്ജക്റ്റ് ആണ് പടം. പടത്തിന്റെ ട്രെയിലറൊക്കെ അത്യാവശ്യം നൈസ് ആയിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുള്ള ചില കഥകളുണ്ടല്ലോ, അതൊക്കെ തന്നെയാണ് ഈ പടത്തിന്റെ പ്ലോട്ട്. സ്വത്ത് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മക്കൾ, അതിനുവേണ്ടി അച്ഛൻ വേഗം മരിക്കണേ എന്ന് ആഗ്രഹിക്കുന്ന മക്കൾ, അങ്ങനെ പിന്നീട് അവരുടെ കുടുംബത്തിൽ ഉണ്ടാവുന്ന കുറെ രസകരമായ സംഭവങ്ങളാണ് പരിവാർ എന്ന സിനിമ. കുടുംബ ബന്ധങ്ങൾ, അവരുടെ ഇമോഷൻസ് എല്ലാം അത്യാവശ്യം നന്നായിട്ട് കൺവേ ചെയ്തൊരു സിനിമ കൂടിയായിരുന്നു പരിവാർ. പിന്നെ ഇതിലെ മെയിൻ പ്രശ്നം കഥയിലെ പ്രഡിക്റ്റബിലിറ്റിയാണ്. പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ മനസ്സിലായി ലാസ്റ്റ് എന്താണ് സംഭവിക്കുന്നത്. അങ്ങനെ അത്യാവശ്യം ഡീസന്റ് ആയ ഒരു ഫാമിലി എന്റർടൈനർ ആയിരുന്നിട്ട് പോലും പടം തിയേറ്ററിൽ വലിയ വിജയമായില്ല. പിന്നെ അത്യാവശ്യം പ്രൊമോഷനൊക്കെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ജഗദീഷ് ചേട്ടന്റെ ഒക്കെ പല ഇന്റർവ്യൂസും നമ്മൾ ആ സമയത്ത് കണ്ടതാണ്. പക്ഷെ എന്തോ തിയേറ്ററുകളിലേക്ക് ആളുകളെ എത്തിക്കാൻ പരിവാറിനായില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു വിജയമാകാതെ തിയേറ്റർ വിടേണ്ടി വന്നു പരിവാറിന്. L2A
അഥവാ എമ്പുരാൻ അഥവാ ലൂസിഫർ 2. പൂക്കായ്ക്ക് പൂട കളിക്കാത്ത വാളിപ്പായല. രാജുവേട്ടന്റെ സംവിധാനത്തിൽ ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി ലൂസിഫർ എന്ന സിനിമയുടെ 2ാം ഭാഗം എന്ന രീതിക്ക് ചെയ്ത സിനിമയാണ് എമ്പുരാൻ. ഇതിന്റെ ടെക്നിക്കൽ ടീമിനെ പറ്റിയൊന്നും ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് പിന്നെ രുചിച്ചു നോക്കേണ്ട കാര്യമില്ല, കൈപ്പുണ്യത്തിന്റെ ഒരു മണം തന്നെ അടിക്കുന്നു. ലൂസിഫറിലെ സെയിം ടീമൊക്കെ തന്നെയാണ് ഈ സിനിമയ്ക്കകത്തും വർക്ക് ചെയ്തിട്ടുള്ളത്. അതിപ്പോ സ്ക്രിപ്റ്റ് മുരളി ഗോപി, സിനിമാറ്റോഗ്രഫി സുജിത് വാസുദേവ്, മ്യൂസിക് ദീപക് ദേവ്. മ്യൂസിക് ഒക്കെ വണ്ടർഫുൾ ആയിരുന്നു. ഒരു സിനിമ റിലീസിന് മുന്നേ തന്നെ 1 ലെവലിൽ റെക്കോർഡുകൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് മലയാള സിനിമയിൽ അങ്ങനെ സംഭവിക്കാത്തൊരു കാര്യമാണ്. പക്ഷേ അതെല്ലാം പൊളിച്ചെഴുതുകയാണ് എമ്പുരാൻ ചെയ്തത്. റിലീസിന് മുന്നേ റെക്കോർഡ് ആദ്യ ദിന കളക്ഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല വേൾഡ് വൈഡ് ആദ്യ ദിവസം 55 കോടിക്ക് മുകളിലാണ് ഈ സിനിമ അഡ്വാൻസ് സെയിലുകൾ നടന്നത്. സിനിമ റിലീസായി കഴിഞ്ഞിട്ടായാലും കളക്ഷന്റെ കാര്യത്തിൽ തീരെ താഴെ പോയിട്ടില്ല. മലയാള സിനിമയിലെ ആദ്യ 250 കോടി റെക്കോർഡാണ് എമ്പുരാൻ തൂക്കിയത്. പക്ഷേ ഇത്രയൊക്കെ കളക്ഷൻ റെക്കോർഡ് ഉണ്ടെങ്കിലും സിനിമയുടെ കാര്യത്തിലേക്ക് വന്നാൽ ശരിക്കും ഇത് ലൂസിഫർ എന്ന് പറഞ്ഞ് നമ്മൾ പോയി കണ്ട് അർമാദിച്ച് ആഘോഷമാക്കിയ ആ പടത്തിന്റെ സെക്കൻഡ് പാർട്ട് തന്നെയാണോ ഇതെന്ന് തോന്നിപ്പോയി. നമുക്കറിയാം ലൂസിഫർ ഒക്കെ എജ്ജാതി ലെവല് സാധനമായിരുന്നു. അതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വായിക്കാറുണ്ട്. എനിക്കൊന്നത് ഇവിടെ കാണും. ലൂസിഫറിന്റെ സ്ക്രിപ്റ്റ് ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വായിക്കാറുള്ള സാധനമാണ്. മുരളി ഗോപിയുടെ ലൂസിഫർ പടവും അത് അമ്മാതിരി റിപ്പീറ്റ് വാല്യൂ ഉള്ളൊരു പടമായിരുന്നു ലൂസിഫർ. ശരിക്കും ഞാൻ ഈ പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്ക് വായിക്കുമെന്ന് പറഞ്ഞില്ല, നമ്മൾ അങ്ങനെ ഒരു സ്റ്റഡി മെറ്റീരിയൽ ആക്കാൻ പറ്റുന്ന അത്രയും ഗംഭീരമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ് ലൂസിഫർ. പക്ഷേ എമ്പുരാനിലോട്ട് വരുമ്പോൾ ലൂസിഫറിൽ സ്റ്റീഫനെയൊക്കെ എന്ത് കിട്ടുമായിട്ടാണ് രാജുവേട്ടൻ പ്രസന്റ് ചെയ്തിരുന്നത്. ലൂസിഫർ ക്ലൈമാക്സിൽ അബ്രാം ഖുറേഷി വരുമ്പോൾ കിട്ടിയ ഒരു രോമാഞ്ചമുണ്ട്. അതിൻ്റെ പകുതി പോലും എമ്പുരാനിൽ ഖുറേഷിയുടെ സീനുകൾക്ക് കിട്ടിയില്ല എന്നതാണ് വാസ്തവം. അതിന്റെ പ്രധാന കാരണക്കാരായിട്ട് എനിക്ക് തോന്നിയത് രാജുവേട്ടനും മുരളി ഗോപിയും തന്നെയാണ്. കാരണം ഇത്രയും കിടിലമായ ഒരു പടത്തിന്റെ സീക്വൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു നിലവാരം പുലർത്തേണ്ടത് സിനിമയുടെ സംവിധായകനും എഴുത്തുകാരനുമാണ്. പിന്നെ എമ്പുരാൻ ഒരിക്കലും ഒരു മോശം സിനിമയല്ല കേട്ടോ. ഒരു പക്ക കൊമേഴ്സ്യൽ എന്റർടൈനർ എന്ന രീതിക്ക് വേറൊരു സിനിമ പോലെ കണ്ടാൽ, അതായത് ഇത് ലൂസിഫറുമായിട്ട് ഈ സിനിമയ്ക്ക് യാതൊരു ബന്ധവും ഇല്ലാന്നൊരു രീതിക്ക് കണ്ടാൽ ഒരു എബോ ആവറേജ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പടം തന്നെയാണ് എമ്പുരാൻ. പക്ഷേ ലൂസിഫർ എന്ന പടത്തിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് നോക്കുമ്പോൾ കാറ്റുപോയ ബലൂണ് തന്നെയാണ് എമ്പുരാൻ. ആൾക്കാരിൽ ഭയങ്കരമായ പ്രതീക്ഷ ഉണ്ടാക്കുന്നത് ശരിയല്ല എന്ന് ഒരിക്കൽ കൂടി കാണിച്ചു തരികയാണ് എമ്പുരാൻ. റിലീസിന് മുന്നേ അമാതിരി തള്ളുകളാണ് ഇതിലെ ടെക്നീഷ്യൻസ് ആയ ചിലർ നടത്തിയത്. പറയുന്നത് രാജുവേട്ടനെയും മുരളി ഗോപിയെ കുറിച്ചല്ല, സിനിമയിലെ മറ്റു ചില ടെക്നീഷ്യൻസിനെ കുറിച്ചാണ്. ഇതിലെ ക്യാമിയോസ് അതുപോലെ മ്യൂസിക്കിനെ പറ്റിയൊക്കെ മാരക തള്ളാണ് ചിലർ നടത്തിയത്. ആ തള്ളിന്റെ പകുതി പോലും ഈ സിനിമയിൽ വന്നിട്ടില്ല. ഒരു പവർഫുൾ BGM പോലും ഇല്ലെന്ന് പറയുമ്പോഴാണ് ആ ഒരു എനിക്ക് ആ പറഞ്ഞിട്ട് അത് തീരുന്നില്ല ആ ഒരു ശോകം. ഞാൻ അന്ന് FDFS കണ്ടതാണ്, രാവിലെ 7 മണിക്ക് കണ്ട ഷോയ്ക്ക്. പടം തുടങ്ങുന്നു, ഓക്കെ കൊള്ളാം. ഇൻട്രോ വന്നപ്പോ ഇത്തിരി ഓവറായി പോയില്ലേ? എന്നാലും ഓക്കെ കുഴപ്പമില്ല, പോട്ടെ. പിന്നെ ആ ഗോദ്രയിലെ സീനൊക്കെ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു. ഞാൻ ദൈവം ഇതെന്ത് കാണിക്കുന്നു, ഒരു പൃഥ്വിരാജ് സിനിമയെന്ന് ഞാനൊരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ഇത്രയും വയലൻസും ഇത്രയ്ക്കും എന്താണ് റോ ആയിട്ടുള്ള പൊളിറ്റിക്സും ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ചെയ്തു ഇതെന്ത് വമ്പൻ സെറ്റപ്പാണ് സംഭവമാണെന്ന് വിചാരിച്ച് പോകെ ഓരോ സീനുകൾ കാണുമ്പോഴും ഞാനിങ്ങനെ മനസ്സിൽ കാണുക, ദൈവമേ ഇതിനി ട്രോൾ മെറ്റീരിയൽ ആവുമല്ലോ ഈ സീനൊക്കെ. പ്രത്യേകിച്ച് ഗോവർദ്ധനെ കൊണ്ടുപോകുന്ന സീനൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ ദൈവമേ ഇതൊക്കെ ട്രോൾ മെറ്റീരിയലാണ്. ഗാനഭൂഷണം നെയ്യാറ്റിൻകര ഗോപൻ ലൂസിഫർ ചെയ്തപ്പോ ലാലേട്ടനെ എങ്ങനെ സ്ക്രീനിൽ പ്രസന്റ് ചെയ്യണം എന്നുള്ളതിന് കറക്റ്റായിട്ടൊരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു. ലൂസിഫറിൽ തന്നെ പറയുന്ന ഡയലോഗില്ല, ആളുകൾ എവിടെ കൈയടിക്കും എവിടെ കൂങ്ങുന്നൊരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു പൃഥ്വിരാജിന്. ലൂസിഫർ പ്ലാൻ ചെയ്തത് ഒരു സീരീസ് ആയിട്ടാണ്. 11 എപ്പിസോഡ് 12 എപ്പിസോഡ് സീരീസ് ആയിട്ടാണ്. അപ്പം ഫസ്റ്റ് പാർട്ടിന്റെ കഥ കഴിഞ്ഞു, ബാക്കി 3 എപ്പിസോഡുകളിൽ പറയാനുള്ള കഥ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ അതൊരു 3 പാർട്ട് ഫ്രാഞ്ചൈസ് ആയിട്ട് മാറ്റിയാലേ ആ മുഴുവൻ കഥയും അതിന്റെ ലേയേഴ്സും ഒക്കെ പുറത്ത് വരുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലായിരുന്നു. ഒരു പുണ്ണാക്കും അല്ല എന്നാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ലൂസിഫറിന്റെ സക്സസ് കണ്ടിട്ട് അതിൻ്റെ ഒരു സ്കെൽട്ടൺ പിടിച്ചിട്ട് വളരെ ലൂസായിട്ട് എഴുതിയൊരു തിരക്കഥയും ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ ഇവരുടെ മൈൻഡിൽ നേരത്തെ ഉണ്ടായിരുന്ന കഥയാണ് ഇത് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനും മാത്രം എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെന്ന്. പിന്നെ BGM ഒരു പ്രധാന ഘടകമാണ് കേട്ടോ പടം മോശമായതിൽ. കാരണം ചില സീനുകൾ നമുക്ക് BGM വെച്ചിട്ട് അടിച്ചു കയറ്റാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ ഡാക്കു മഹാരാജിലെ സീനൊക്കെ, ഈ സീനൊക്കെ BGM കൊണ്ട് കയറിയ സാധനങ്ങളായിരുന്നു.
ഇമാതിരി ഒരു തീപ്പൊരി ഐറ്റമാണ് എമ്പുരാനിൽ മിസ് ചെയ്തത്. ചില BGM ഒക്കെ വൻ കോമഡി ആയിരുന്നു. പിന്നെ അവസാനത്തെ ആ ജില്ലാ ഫൈറ്റിൽ ഫിർസിന്ദയൊക്കെ കൊണ്ടിട്ട് മനുഷ്യന് തലവേദന വരുന്ന പരുവത്തിലാക്കി. ദോഷം പറയുമല്ലോ, ഇതിൽ ആ ജോബ് കുര്യൻ പാടിയ പാട്ട് നല്ലൊരു പാട്ടായിരുന്നു. ആ പാട്ട് മാത്രമാണ് എമ്പുരാൻ എന്ന സിനിമയിൽ ദീപക് ദേവിന്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു ഓർത്തു വയ്ക്കാൻ കഴിയുന്ന ഒരു സാധനമായിട്ട് കിട്ടിയത്. ബാക്കിയൊക്കെ ഇനി മുരളി ഗോപിയുടെ കാര്യത്തിലേക്ക് കടന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുള്ളി ആകെ റിലേ വിട്ട പോലെ ഇതൊരു ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് ആണെന്നുള്ളൊരു ബോധമില്ലാതെ പുള്ളി എഴുതിയ പോലെ നമുക്ക് തോന്നുന്ന ഒരുപാട് സീൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ലൂസിഫറിലൊക്കെ PK രാംദാസിനെ സ്വന്തം അച്ഛനെ പോലെ കണ്ടിരുന്ന ഒരാളാണ് സ്റ്റീഫൻ. പുള്ളി ഇതിൽ വന്നിട്ട് PK രാംദാസിന്റെ മോന്റെ തന്തയ്ക്ക് കളിക്കുന്നു. എന്തുവാണ് ഇതൊക്കെ? നിങ്ങൾ ശരിക്കും ആരാണ്? അതറിയാവുന്ന ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, നിന്റെ തന്ത. വളരെയധികം സന്തോഷം. പിന്നെ പടം ഇറങ്ങിക്കഴിഞ്ഞ് ഇവിടെ ഉണ്ടായ വിവാദം, ആ ഒരൊറ്റ വിവാദത്തിന്റെ പുറത്താണ് പടം ഇത്രയും റെക്കോർഡുകൾ തകർത്തതെന്നാണ് എനിക്ക് തോന്നിയത്. ഇത്രയും വിവാദമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പടം അധികം ആളുകൾ കാണാതെ നൈസായിട്ട് അങ്ങ് പോയി. ഇത് വിവാദമുണ്ടാക്കി പടം ഇങ്ങനെ കത്തുന്ന വിഷയമായപ്പോൾ എന്നാൽ അതൊന്ന് കാണണമല്ലോ എന്നുള്ളൊരു ചിന്ത ഒരുപാട് പേരിലുണ്ടാവും. അങ്ങനെ ഒരുപാട് പേര് പോയി പടം കണ്ടിട്ടുണ്ട്. അതിൽ ചിലർക്ക് പടം ഇഷ്ടപ്പെടുകയും ചെയ്തു. കാരണം അപ്പോഴത്തേക്കും ഇത്തിരി നെഗറ്റീവ് മിക്സഡ് അഭിപ്രായങ്ങളൊക്കെ വന്നിട്ട് ലോ ഹൈപ്പായി, ആളുകൾക്ക് അത്ര വലിയൊരു പ്രതീക്ഷ ഇല്ലാതെയായി. അങ്ങനെ ചെന്ന് കണ്ട ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ പടം അത്യാവശ്യം വർക്കായി. ഇതിനകത്ത് മുരളി ഗോപി ഇങ്ങനൊരു വിഷയം പറയാൻ കാണിച്ച ഒരു ധൈര്യവും പിന്നെ ഇതിനിടയിൽ വരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കിട്ടുള്ള ഊക്ക് ഡയലോഗുകളൊക്കെ ഭയങ്കര രസമായിരുന്നു. അതെല്ലാം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില സീനൊക്കെ ലൂസിഫറിനെ തന്നെ മിമിക് ചെയ്ത് കാണിക്കുന്ന പോലത്തെ സീനുകളൊക്കെ ഉണ്ട്. മഞ്ജു വാര്യരുടെ അറസ്റ്റ് സീന്, അതിൽ ബൈജുവിൻ്റെ റിയാക്ഷൻ എടുത്തൊക്കെ നമ്മൾ മറ്റതിൽ കാണിച്ച സാധനത്തിനെടുത്ത് ഒരു മിമിക്രി പോലെ ഇവർ തിരിച്ചിങ്ങനെ കാണിക്കുന്നത് ചിരി വരുന്ന സത്യത്തിൽ. എന്തായാലും പടം വൻ റെക്കോർഡ് കളക്ഷൻ നേടുകയും വൻ വിജയമാവുകയും ചെയ്തു. ആന്റണി സേഫ്. ആന്റണിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പുള്ളിയുടെ റൗത്തർ ഗോവർദ്ധൻ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ? ഡോക്ടർമാരും ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ഗോവർദ്ധനെ കുഴപ്പിച്ച ആന്റണിയുടെ റോളും പുള്ളിയത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തു കേട്ടോ. ഞാൻ പറഞ്ഞ ആ സീനും ഡയലോഗൊക്കെ ഇത്തിരി കോമഡി ആയിപ്പോയി. എന്തായാലും പടം വലിയ വിജയമായല്ലോ. പക്ഷേ ക്രിട്ടിക്കലി ഈ സിനിമയ്ക്ക് അത്ര വലിയ അഭിപ്രായങ്ങളൊന്നും കിട്ടിയില്ല. ഈ നെഗറ്റീവുകളെയെല്ലാം മാറ്റി ഗംഭീരമാക്കി ലൂസിഫർ 3 വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വരട്ടെ ഇസ്രായേൽ വട. അപ്പൊ ഇതൊക്കെയാണ് മാർച്ച് മാസത്തിൽ 4 ആൾ അറിഞ്ഞ് റിലീസായ ചില സിനിമകൾ. ഇതിൽ എമ്പുരാൻ വൻ വിജയമായി എന്നത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ വേറെ ഒരു സിനിമയും പച്ച തൊട്ടിട്ടില്ല. അങ്ങനൊരു മികച്ച മാസമായിരുന്നു മാർച്ച്. വളരെ അനുകൂലമായിട്ടുള്ള വർഷമാണ് 2020. ഇപ്പറഞ്ഞ 3 സിനിമകൾ കൂടാതെ മറുവശം, പ്രളയശേഷം ഒരു ജലകന്യക, വടക്കൻ, ആരണ്യം, ദാസേട്ടന്റെ സൈക്കിൾ, കാടകം, രാക്ഷസി, ലേഡി കില്ലർ, ഉറ്റവർ, അലകടൽ, സൈറയും ഞാനും, തിരുത്ത്, അഭിലാഷം എന്നിവയൊക്കെയാണ് മാർച്ച് മാസം റിലീസായി ആരും അറിയാതെ പോയ സിനിമകൾ. പിന്നെ ഈ കൂട്ടത്തിലൊരു കൊമ്പനുണ്ട്. എമ്പുരാന്റെ കൂടെയൊക്കെ ക്ലാഷ് റിലീസ് വയ്ക്കാൻ ധൈര്യം കാണിച്ച സൈജു കുറുപ്പണ്ണനൊക്കെ സമ്മതിക്കണം, അഭിലാഷം ടീമിനെയും. എന്തായാലും ഈ പടങ്ങളുടെയൊക്കെ ബോക്സ് ഓഫീസ് വേർഡിറ്റ് ഞാൻ പറയട്ടല്ലോ. പ്രൊഡ്യൂസർ അസോസിയേഷൻ പുറത്തുവിട്ട കണക്കനുസരിച്ചാണെങ്കിലും ആകെ എമ്പുരാൻ മാത്രമാണ് മാർച്ച് മാസത്തിൽ വിജയമായ ഏക സിനിമ. ഇനി ഏപ്രിൽ മാസത്തെ ആ കൊലത്തൂക്കിന്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത ഏപ്രിൽ അനാലിസിസ് വീഡിയോയിൽ പറയാം. ഈ അനാലിസിസ് ഒരുപാട് വരുമ്പോൾ ചിലർ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഈ അനാലിസിസ് പരിപാടി വിട്ടിട്ട് വ്യത്യസ്തമായ കണ്ടന്റുകൾ ചെയ്യാൻ. അങ്ങനെ വ്യത്യസ്തമായ കണ്ടന്റുകൾ 2-3 ചെയ്ത് വന്നപ്പോൾ അനാലിസിസ് ചെയ്യാനുള്ള ടൈം കിട്ടാതെ പോയി. അതുകൊണ്ടാണ് ഇത് ലേറ്റായി പോയത്. മറ്റു കണ്ടന്റുകൾ വരുന്നുണ്ട്, ഇനി അതും വരും ഇതും വരും എന്നൊക്കെ പറയണമെന്നുണ്ട്, വരുമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇതല്ല, ബൈ.